നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെയും സംസ്ഥാനത്തിന് പുറത്തുള്ള മലയാളികളെയും നാട്ടിലെത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് കേരളം. സംസ്ഥാനത്തിന് പുറത്തുള്ളവരും ഇങ്ങോട്ടേക്ക് വരാൻ അത്യാവശ്യമുള്ളവരുമായ എല്ലാവരെയും തിരിച്ചെത്തിക്കുക എന്നതാണ് സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിനകത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ 1,66,263 മലയാളികളാണ് നാട്ടിലേക്ക് വരാനായി നോർക്ക വഴി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മലയാളികളെ തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടി പ്രധാനമന്ത്രിക്ക് സംസ്ഥാനം കത്തയക്കുകയും ചെയ്തിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് പ്രത്യേക നോൺ സ്റ്റോപ്പ് ട്രെയിനുകൾ അനുവദിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. മുഖ്യമന്ത്രി തന്റെ ഫേസ്ബുക്ക് പേജിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുമുണ്ട്. പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: രാജ്യത്തിനകത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ 1,66,263 മലയാളികളാണ് നാട്ടിലേക്ക് വരാനായി നോർക്ക വഴി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ കർണാടകം, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ. ഈ വിവരങ്ങൾ പൂർത്തിയായതോടെ ഇവരെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പാസുകൾ വിതരണം ചെയ്തു തുടങ്ങി. രജിസ്റ്റർ ചെയ്ത ആളുകളിൽ 1/5 ആളുകൾക്ക് മാത്രമേ സ്വന്തം വാഹനങ്ങളിലോ വാഹനങ്ങൾ വാടകയ്ക്കെടുത്തോ നാട്ടിലെത്താൻ കഴിയൂ. മറ്റുള്ളവർ ഗതാഗത സൗകര്യം ഒരുക്കിയില്ലെങ്കിൽ തിരിച്ചെത്താൻ പ്രയാസമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയും ഇടപെടലും ആവശ്യമുണ്ട്. അക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം സഹിതം പ്രധാനമന്ത്രിക്ക് ഇന്ന് കത്തും അയച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അതിഥി തൊഴിലാളികൾക്ക് പോകാൻ പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ട്രെയിനുകളിൽ സംസ്ഥാനത്തേക്ക് വരേണ്ട പ്രവാസി മലയാളികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ശാരീരിക അകലവും മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് പ്രത്യേക നോൺ സ്റ്റോപ്പ് ട്രെയിനുകൾ അനുവദിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. സംസ്ഥാനത്തിന് പുറത്തുള്ളവരും ഇങ്ങോട്ടേക്ക് വരാൻ അത്യാവശ്യമുള്ളവരുമായ എല്ലാവരെയും തിരിച്ചെത്തിക്കുക എന്നതാണ് സർക്കാരിന്റെ നയവും ലക്ഷ്യവും. ഇത് ആവശ്യമായ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ വരുത്തിയിട്ടുമുണ്ട്. നോർക്ക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർ അതിൽ ലഭിക്കുന്ന രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് COVID-19 ജാഗ്രതാ പോർട്ടൽ വഴി ബന്ധപ്പെട്ട ജില്ലാ കളക്ടറിൽ നിന്നും യാത്രാനുമതി വാങ്ങണം. ഗ്രൂപ്പുകളായി വരാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പ്രവേശിക്കുന്ന ചെക്ക് പോസ്റ്റ് എത്തുന്ന തീയതിയും സമയവും രേഖപ്പെടുത്തി അപേക്ഷ നൽകണം. കളക്ടർമാർ അനുവദിക്കുന്ന പാസ് മൊബൈൽ, ഇമെയിൽ വഴിയാണ് നൽകുക. ഏത് സംസ്ഥാനത്ത് നിന്നാണോ യാത്ര തിരിക്കുന്നത് അവിടെ നിന്നുള്ള അനുമതിയും സ്ക്രീനിംഗ് വേണമെങ്കിൽ അതും യാത്ര തിരിക്കുന്നതിന് മുൻപ് തന്നെ ഉറപ്പാക്കണം. നിർദ്ദിഷ്ട സമയത്ത് ചെക്ക് പോസ്റ്റിലെത്തിയാൽ പാസ് കാണിച്ച് ആവശ്യമായ വൈദ്യ പരിശോധനയ്ക്കു ശേഷം സംസ്ഥാനത്തേക്ക് കടക്കാം. വാഹനങ്ങളിൽ ശാരീരിക അകലം പാലിക്കും വിധം യാത്രക്കാരുടെ എണ്ണം ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അതിർത്തി വരെ വാടക വാഹനത്തിൽ വന്ന് തുടർന്ന് മറ്റൊരു വാഹനത്തിൽ പോകേണ്ടവർ സ്വന്തം നിലയ്ക്ക് തന്നെ വാഹനം ഏർപ്പെടുത്തണം. ഡ്രൈവർമാർ യാത്രയ്ക്ക് ശേഷം ക്വാറന്റൈനിൽ പോകണം. രോഗലക്ഷണമില്ലാത്തവർക്ക് വീടുകളിലേക്ക് പോയി ഹോം ക്വാറന്റൈനിൽ പ്രവേശിക്കാം. രോഗലക്ഷണമുള്ള യാത്രക്കാരെ കോവിഡ് കെയർ സെന്ററിലേക്കോ ആശുപത്രിയിലേക്കോ അയക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ കുട്ടികളെയോ ഭാര്യ ഭർത്താക്കന്മാരെയോ മാതാപിതാക്കളെയോ കൂട്ടിക്കൊണ്ടുവരാൻ അങ്ങോട്ട് യാത്ര ചെയ്യേണ്ടി വരുന്നുവെങ്കിൽ ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുടെ അനുമതി ആവശ്യമാണ്. അതോടൊപ്പം അവരുടെ സ്വന്തം ജില്ലാ കളക്ടർമാരിൽ നിന്നും പാസ് വാങ്ങണം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും യാത്രക്കാരെ കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് മടക്കയാത്രയ്ക്ക് അതത് ജില്ലാ കളക്ടർമാർ പാസ് നൽകും. അവിചാരിത ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ സെക്രട്ടേറിയറ്റിലെ വാർ റൂമുമായോ നിർദ്ദിഷ്ട ചെക്ക് പോസ്റ്റുമായോ ബന്ധപ്പെടണം. മുൻഗണനാ ലിസ്റ്റിൽപ്പെട്ടവർക്കാണ് ആദ്യഘട്ടത്തിൽ യാത്രയ്ക്ക് അനുമതി നൽകുന്നത്. വിദ്യാർത്ഥികൾ, കേരളത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് യാത്ര പോയ മുതിർന്ന പൗരന്മാർ, ഗർഭിണികൾ, മറ്റ് ആരോഗ്യ ആവശ്യങ്ങളുള്ളവർ എന്നിവർ മുൻഗണനാ പട്ടികയിൽപ്പെടും. ഈ നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളത് സംസ്ഥാനത്ത് COVID-19 ബാധ നിയന്ത്രിച്ചു നിർത്താനും വരുന്നവരുടെയും അവരുടെ കുടുംബത്തിന്റെയും സുരക്ഷയെ കരുതിയുമാണ്. കൂട്ടത്തോടെ നിയന്ത്രണമില്ലാതെ ആളുകൾ വരുന്നത് അപകടത്തിനിടയാക്കും. ഘട്ടം ഘട്ടമായി ഈ പ്രക്രിയ പൂർത്തിയാക്കാനാണ് സർക്കാർ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.